Proposition 7.19. Let u of xt be the solution of ut equal to ku xx a less than x less than b t greater than 0 with Newman's initial boundary value problem. U of x0 equal to f of x element of ab, ux of at equal to ux of bt equal to 0, 0 less than t less than capital T. അപ്പോൾ ഇവിടെ യു ടി ഈക്വൽ ടു കെ യു എക്സ് എക്സ് എന്ന് പറയുന്ന ഒരു ഹീറ്റ് പ്രോബ്ലം അതിൻ്റെ സൊല്യൂഷനായിട്ട് യു ഓഫ് എക്സ് ടി എന്നെടുത്തു വിത്ത് ന്യൂമാൻസ് ഇനീഷ്യൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. u of x0 equal to f of x element of ab, ux of at equal to ux of bt equal to 0. Now assume f element of c dash of ab satisfying fx of a equal to fx of b equal to 0. Set qt equal to ab cross 0 closed t for some t greater than 0. ഇവിടെ qt എന്ന് പറയുന്നത് ബൗണ്ടറി ആണ്. അപ്പോൾ ബൗണ്ടറി എ ബി ക്രോസ് 0 ടി എന്ന് നമ്മൾ സെറ്റ് ചെയ്തു for some t greater than 0. Then u satisfies maximum over qt mod ux less than or equal to maximum over ab mod f dash of x എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂഫ് നോക്കാം. We differentiate u with respect to x and let w of xt equal to ux of xt. ആദ്യം യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന് w എന്ന് കൊടുക്കുക. അപ്പോൾ w of xt equal to ux of xt നമുക്ക് കിട്ടും. Then w satisfies the heat equation with Dirichlet initial boundary conditions. അപ്പോൾ ഇവിടെ w equal to ux എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് wt equal to uxt എന്ന് കൊടുക്കാം. സൈഡിലുണ്ട് wt equal to uxt എഴുതാം. അതുപോലെ നമുക്ക് ഹീറ്റ് പ്രോബ്ലം എന്താണ് ut equal to kuxx എന്നാണ്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ kuxx വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ wt equal to kuxxx എന്ന് കിട്ടും. ദാറ്റ് ഈസ് kwxx എന്ന് കിട്ടും. ഇത് വെച്ചിട്ടാണ് നമുക്ക് w ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടുന്നത്. വിത്ത് Dirichlet initial boundary conditions w of x0 equal to f dash of x where x element of ab. ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡബ്ല്യുവിന് യു എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ w of x0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും യു എക്സ് ഓഫ് x0. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് u of x0 equal to f of x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എക്സിനെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു എക്സ് ഓഫ് x0 equal to f dash of x എന്ന് കിട്ടും. ദാറ്റ് ഈസ് w of x0. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള അടുത്ത കണ്ടീഷനാണ് യു എക്സ് ഓഫ് എ ടി ഈക്വൽ ടു യു എക്സ് ഓഫ് ബി ടി ഈക്വൽ ടു 0, 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ക്യാപിറ്റൽ ടി എന്നുള്ളത്. അതിന് w വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് w ഓഫ് എ ടി ഈക്വൽ ടു w ഓഫ് ബി ടി ഈക്വൽ ടു 0, 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ക്യാപിറ്റൽ ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് w ഇസ് എ സൊല്യൂഷൻ ഓഫ് ദ ഹീറ്റ് ഇക്വേഷൻ എന്ന് കിട്ടി. ഇനി w ബൈ മാക്സിമം പ്രിൻസിപ്പിൾ ഫോർ ദ ഹീറ്റ് ഇക്വേഷൻ, അതായത് wന് നമ്മൾ മാക്സിമം പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക ബിക്കോസ് w സാറ്റിസ്ഫൈസ് ഹീറ്റ് ഇക്വേഷൻ ആൻഡ് ദ Dirichlet ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഡോ പി ക്യൂട്ടി എന്ന് പറയുന്ന പാരാബോളിക് ബൗണ്ടറീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവിടെ പാരാബോളിക് ബൗണ്ടറി നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് ഡോ പി ക്യൂട്ടി. അപ്പോൾ അവിടെയാണ് മാക്സിമം വാല്യൂ വരുന്നതെന്ന് നമ്മൾ ഹീറ്റ് ഇക്വേഷനിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഡോ പി ക്യൂട്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ക്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എ ബി ക്രോസ് 0 ടി എന്നാണ്. അപ്പോൾ മാക്സിമം ഓവർ ക്യൂട്ടി മോഡ് യു എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാക്സിമം ഓവർ ക്യൂട്ടി മോഡ് യു എക്സ് ഈക്വൽ ടു മാക്സിമം ഓവർ ക്യൂട്ടി മോഡ് w എന്ന് എഴുതാമല്ലോ. ഇനി ഡോ പി ക്യൂട്ടിയിൽ ഡിഫൈൻ ചെയ്യുക. സൈഡിൽ നോക്കുക, ഡോ പി ക്യൂട്ടി ഈക്വൽ ടു ഡി ക്രോസ് സിംഗിൾട്ടൺ 0 യൂണിയൻ ഡോ ഡി ക്രോസ് 0 ടി എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഡോ പി ക്യൂട്ടിയുടെ ഡെഫിനിഷൻ. ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി ഡൊമെയിൻ ആണ്. ഇവിടുത്തെ ഡൊമെയിൻ എ ബി ആണ്. അപ്പോൾ ഡി ക്രോസ് സിംഗിൾട്ടൺ 0ന് നമുക്ക് എ ബി ക്രോസ് സിംഗിൾട്ടൺ 0 എന്ന് എഴുതാം. യൂണിയൻ ഡോ ഡി ക്രോസ് 0 ടി ആണ് ബാക്കി. ഡോ ഡി എന്ന് പറയുന്നത് ഡൊമൈൻ്റെ ബൗണ്ടറിയാണ് ഡോ ഡി. ഡൊമൈൻ്റെ ബൗണ്ടറി ഇവിടുത്തെ ഡൊമൈൻ എ ബി ആണ്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ എയും ബിയും ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഡോ ഡി ക്രോസ് 0 ടീനെ സിംഗിൾട്ടൺ എ ക്രോസ് 0 ടി യൂണിയൻ സിംഗിൾട്ടൺ ബി ക്രോസ് 0 ടീന്ന് എഴുതാം. അപ്പോൾ ഡോ പി ക്യൂട്ടി കിട്ടി. ഇനി ഈ 3
പോയിൻറ്റ്സിൽ മാക്സിമം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ബി ക്രോസ് സിംഗിൾട്ടൺ 0, സിംഗിൾട്ടൺ എ ക്രോസ് 0t, സിംഗിൾട്ടൺ ബി ക്രോസ് 0t, ഇതിലത്തെ മാക്സിമം നോക്കണം. അപ്പോൾ ഫസ്റ്റ് എ ബി ക്രോസ് സിംഗിൾട്ടൺ 0 നോക്കാം. ഇവിടെ ടി ടൈം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ എ ബി അതായത് എക്സ് എയിൽ നിന്ന് ബിയിലേക്കാണ് വാരി ചെയ്യുന്നത്. സോ ഇവിടെ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച ഇനീഷ്യൽ കണ്ടീഷൻ ഡബ്ല്യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് വേർ എക്സ് എലമെൻറ്റ് ഓഫ് എ ബി. അവിടെ അതുപോലെ തന്നെയാണ് വരുന്നത്. എക്സ് എയിൽ നിന്ന് ബിയിലേക്ക് വാരി ചെയ്യുക, ടി ഈക്വൽ ടു 0 ആകുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഡബ്ല്യു എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എ ബി ക്രോസ് സിംഗിൾട്ടൺ 0നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാക്സിമം ഓവർ എ ബി മോഡ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി ബാക്കിയുള്ളത് എന്താ? സിംഗിൾട്ടൺ എ ക്രോസ് 0tയും സിംഗിൾട്ടൺ ബി ക്രോസ് 0tയും. അപ്പോൾ സിംഗിൾട്ടൺ എ ക്രോസ് 0t എന്ന് പറയുമ്പോൾ 0 ടൈം 0 to t വരെ വേരി ചെയ്യുന്നു, എക്സ് എയിൽ നിൽക്കുന്നു. സിംഗിൾട്ടൺ ബി ക്രോസ് 0t എന്ന് പറയുമ്പോൾ ടൈം 0യിൽ നിന്ന് ടിയിലേക്ക് വാരി ചെയ്യുന്നു, എക്സ് ബിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ഡബ്ല്യു ഓഫ് എ ടി ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ബി ടി ഈക്വൽ ടു 0 വേർ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ക്യാപിറ്റൽ ഇ. അതായത് ടൈം 0 to t വാരി ചെയ്യുന്നു, എക്സ് എയിൽ എക്സ് ബിയിൽ, അങ്ങനെയുള്ള രണ്ട് കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 0 ആണ് വരുന്നത്, ഡബ്ല്യുയുടെ വാല്യൂ 0. അപ്പോൾ അതിൻ്റെ ഒപ്പം 0യും കൂടി വരും. അതായത് മാക്സിമം ഓവർ ഡോ പി ക്യൂ ടി മോഡ് യു എക്സ് ഈക്വൽ ടു മാക്സിമം ഓവർ എ ബി മോഡ് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഡോ പി ക്യൂ ടിയുടെയാണ് നമ്മൾ കണ്ടത്. ഇനി മാക്സിമം ഓവർ ക്യൂ ടി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓവർ എ ബി മോഡ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ പ്രൂഫ്. ഇനി നമുക്ക് സെക്ഷൻ 7.7 സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഫോർ എലിപ്റ്റിക് പ്രോബ്ലംസ് നോക്കാം. പ്രൊപ്പോസിഷൻ 7.20 കൺസിഡർ ദ ഡിറിച്ലെറ്റ് പ്രോബ്ലം. Delta u equal to 0, xy element of D, u of xy equal to g of xy element of dou D in a bounded domain D. Let u of xy equal to sigma n equal to 1 to infinity un of xy be a formal solution of the problem such that each un of xy is a harmonic function in D and continuous in D closure. If the series 1 converges uniformly on dou D to G, then it converges uniformly on D closure and U is classical solution of the problem. അപ്പോൾ ഇവിടെ ഡിറിച്ലെറ്റ് പ്രോബ്ലം ഡെൽറ്റ യു ഈക്വൽ ടു 0, എക്സ് വൈ എലമെൻറ്റ് ഓഫ് ഡി തന്നിട്ടുണ്ട്, യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എലമെൻറ്റ് ഓഫ് ഡോ ഡി. ഇതാണ് ഡിറിച്ലെറ്റ് പ്രോബ്ലത്തിൻ്റെ കണ്ടീഷൻ തന്നിട്ടുള്ളത്. ഇനി സീരീസ് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity യു എൻ ഓഫ് എക്സ് വൈ. ഇത് എന്ന് പറയുന്നത് നമ്മൾ മുമ്പത്തെ സെക്ഷനിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സിഗ്മ ഉള്ളതാണ്. സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity യു എൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഫോർം എ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം such that each un of xy is a harmonic function in D and continuous in D closure. ഇനി if the series ഈ സീരീസ് കൺവേർജ് ചെയ്യണം, അതായത് ബൗണ്ടറിയിൽ ജിയിലേക്ക് യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീരീസ്, ദെൻ ഇറ്റ് കൺവേർജസ് യൂണിഫോംലി ഓൺ ഡി ക്ലോഷർ. അതായത് ഡി ക്ലോഷറിൽ യൂണിഫോംലി കൺവേർജ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് യു ഈസ് എ ക്ലാസിക്കൽ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂഫ് നോക്കാം. ഇവിടെ നമുക്ക് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity യു എൻ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ സീരീസ് കൺവേർജസ് യൂണിഫോംലി ഓൺ ഡോ ഡി ടു ജി ആണെങ്കിൽ ബാക്കിയാണ് പ്രൂവ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലെറ്റ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0, നേരെ കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവെർജൻസ് എടുക്കാം. ബൈ കോഷി ക്രൈറ്റീരിയൻ ഫോർ യൂണിഫോം കൺവെർജൻസ് ദർ എക്സിസ്റ്റ് n എപ്സിലൺ സച്ച് ദാറ്റ് for every n epsilon less than or equal to k less than or equal to L, we have mod sigma n equal to k to L un of xy less than epsilon for every xy element of dou D. കോഷി ക്രൈറ്റീരിയ വെച്ച് നേരിട്ട് പറയാം. ഇനി ബൈ ദ വീക്ക് മാക്സിമം പ്രിൻസിപ്പിൾ മോഡ് സിഗ്മ n equal to k to L un of xy less than epsilon for every xy element of D. ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ
മോഡുലസ് ഓഫ് സിഗ്മ n ഈക്വൽ ടു k to l un ഓഫ് എക്സ് വൈയിൽ ഇവിടെ എക്സ് വൈ എലമെൻറ്റ് ഓഫ് ഡി. ഇതിനെ നമുക്ക് വീക്ക് മാക്സിമം പ്രിൻസിപ്പിളിൽ അപ്ലൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓവർ എക്സ് വൈ എലമെൻറ്റ് ഓഫ് ഡോ ഡി മോഡ് സിഗ്മ n ഈക്വൽ ടു k to l un എന്ന് എഴുതാം. ഇവിടെ മാക്സിമം വാല്യൂ ബൗണ്ടറിയിലായിരിക്കും അറ്റൈൻ ചെയ്യുക, അതായത് എക്സ് വൈ എലമെൻറ്റ് ഓഫ് ഡോ ഡി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ കോഷി ക്രൈറ്റീരിയം വെച്ച് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ലെസ് ദാൻ എപ്സിലൺ. അതുകൊണ്ട് ഈ വാല്യൂം ലെസ് ദാൻ എപ്സിലൺ കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഡിയിലുള്ള പോയിൻറ്റ്സിലും ലെസ് ദാൻ എപ്സിലൺ ആയി, ബൗണ്ടറി പോയിൻറ്റ്സിലും അതായത് ഡോഡിയിലും ലെസ് ദാൻ എപ്സിലൺ ആയി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് പറയാൻ പറ്റും സീരീസ് 1, അതായത് സിഗ്മ n ഈക്വൽ ടു 1 to infinity un ഓഫ് എക്സ് വൈ കൺവെർജസ് യൂണിഫോംലി ഓൺ ഡി ക്ലോഷർ. അതായത് ഡി ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ്? ഡി യൂണിയൻ ഡോഡിയാണ്. അപ്പോൾ ഡോഡിയിലും ഡിയിലും എന്താണെന്ന് കിട്ടി? കൺവെർജസ് യൂണിഫോംലി. That is by Cauchy criterion for uniform convergence, we see that the series 1 converges uniformly on D closure to the continuous function u. In particular, u satisfies the boundary condition since each un satisfies the mean value property. The uniform convergence implies that u also satisfies the mean value property, and by remark 7.8 u is harmonic in D. അപ്പോൾ ഇവിടെ ഈച്ച് യു എൻ മീൻ വാല്യൂ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സമ്മേഷൻ യുവും മീൻ വാല്യൂ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, കാരണം യൂണിഫോം കൺവെർജൻസ് ഉണ്ടായതുകൊണ്ട്. ആൻഡ് ബൈ റിമാർക്ക് 7.8 മുമ്പത്തെ ക്ലാസ്സിലുള്ളതാണ്. അത് പറയുന്നത് എന്താണ്? റിമാർക്ക് പറയുന്നത് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് മീൻ വാല്യൂ പ്രോപ്പർട്ടി ഇൻ സം ഡൊമൈൻ ഡി ഈസ് ഹാർമോണിക് ഇൻ ഡി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? യു ഈസ് ഹാർമോണിക് ഇൻ ഡി. Therefore u is എന്താണ്? ക്ലാസിക്കൽ സൊല്യൂഷൻ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൂഫ്. ഇനി റെക്റ്റാങ്കുലർ ഡൊമെയിനിൽ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഇൻ എലിപ്റ്റിക്കൽ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നതെന്നാണ് അടുത്ത് നോക്കുന്നത്. ഇവിടെ ഡൊമെയിൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഡൊമെയിനാണ്. ഇത് കഴിഞ്ഞ സെക്ഷനിലുള്ള സെയിം മെത്തേഡ് വെച്ചിട്ടാണ് പ്രോബ്ലം ഒക്കെ ചെയ്യേണ്ടത്, പക്ഷേ ഡൊമെയിനിൽ വ്യത്യാസമുണ്ട്. റെക്റ്റാങ്കുലർ ഡൊമെയിനാണ്. നോക്കാം. ലെറ്റ് യു ബി ദ സൊല്യൂഷൻ ടു ദ ഡെർഷ്ലെറ്റ് പ്രോബ്ലം ഇൻ എ റെക്റ്റാങ്കുലർ ഡൊമെയിൻ ഡി. ഡെൽറ്റ യു ഈക്വൽ ടു 0, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, സി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഡി. With the boundary conditions u of ay equal to f of y, u of by equal to g of y, u of x c equal to h of x, u of xd equal to k of x. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഗ്രാഫ് നോക്കുക. അതിൽ എ ഡിയും ബി ഡിയും ഇടയിലാണ് എക്സ്, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് ബിറ്റ്വീൻ സി ആൻഡ് ഡി ആയിരിക്കും. പിന്നെ ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ്. ഇതാണ് പ്രോബ്ലം. അതിൽ ഓരോ ബൗണ്ടറീസിലെ സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബൗണ്ടറീസാണ് റെക്റ്റാങ്കുലർ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു ബൗണ്ടറിയിൽ എച്ച് ആണ് സൊല്യൂഷൻ, യുവിൻ്റെ സൊല്യൂഷൻ. അടുത്ത ബൗണ്ടറിയിൽ ജി, പിന്നെ കെ, എഫ്, ഓരോ ബൗണ്ടറീസിൽ സൊല്യൂഷൻസ് ആണ്. We recall that the method of separation of variables is based on constructing an appropriate eigenvalue problem. For that, we requires homogeneous boundary conditions. We thus split u into u equal to u1 plus u2, where u1 and u2 are both harmonic in D, and where u1 and u2 satisfies the boundary condition. അപ്പോൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു ഈഗൻ വാല്യൂ പ്രോബ്ലത്തിൻ്റെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിനെ രണ്ട് പ്രോബ്ലമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡെൽറ്റ യു ആണ് നമ്മുടെ പ്രോബ്ലം, യു ആണ് സൊല്യൂഷൻ. അപ്പോൾ യുവിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. യു ഈക്വൽ ടു u1 plus u2. അപ്പോൾ നമുക്ക് both harmonic in D and where u1 and u2 satisfies the boundary condition. u1 of ay equal to f of y, u1 of by equal to g of y, u1 of xc equal to 0, u1 of xd equal to 0. അപ്പോൾ രണ്ടാമത്തെ ഗ്രാഫിൽ നോക്കുക. അപ്പോൾ നമ്മൾ ഓരോ പ്രോബ്ലത്തിന്
ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഡെൽറ്റ u1 ഈക്വൽ ടു 0, ഡെൽറ്റ u2 ഈക്വൽ ടു 0 എന്നാക്കി. അപ്പോൾ സെക്കൻഡ് ഗ്രാഫിൽ നോക്കുമ്പോൾ ഡെൽറ്റ u1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അവിടെ എഫും ജിയും ആണ് ബൗണ്ടറീസ് വരുന്നത്. പിന്നെ ബാക്കി രണ്ട് ബൗണ്ടറീസ് 0, 0 ആണ് വരുന്നത്. അതുപോലെ ഡെൽറ്റ u2 ഈക്വൽ ടു 0ൻ്റെ നോക്കുമ്പോൾ എച്ചും കെയും 0, 0 ആണ് ബൗണ്ടറീസ് വരുന്നത്. അതാണ് അവിടുത്തെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ്. u1 ഓഫ് എ വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ, u1 ഓഫ് ബി വൈ ഈക്വൽ ടു ജി ഓഫ് വൈ, u1 ഓഫ് എക്സ് സി ഈക്വൽ ടു 0, u1 ഓഫ് എക്സ് ഡി ഈക്വൽ ടു 0 ആൻഡ് u2 ഓഫ് എ വൈ ഈക്വൽ ടു 0, u2 ഓഫ് ബി വൈ ഈക്വൽ ടു 0, u2 ഓഫ് എക്സ് സി ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ആണ്, ബി ഓഫ് എക്സ് അല്ല, അതൊന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ u2 ഓഫ് എക്സ് ഡി ഈക്വൽ ടു കെ ഓഫ് എക്സ്. We assume at this stage that the compatibility condition f of c equal to f of d equal to g of c equal to g of d equal to h of a equal to h of b equal to k of a equal to k of b equal to 0 holds. ഇത് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസിൽ നിന്ന് കിട്ടുന്നതാണ് ഈ കമ്പാറ്റബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് ഹോൾഡ് ചെയ്യുന്നു എന്ന് കിട്ടും രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് നോക്കുമ്പോൾ. സിൻസ് u1 plus u2 satisfy 1 and the boundary condition 3, the uniqueness theorem guarantees that u equal to u1 plus u2. The advantages of splitting the problem into two problems is that each one of the two new problems can be solved by the separation of variables. അപ്പോൾ ഇവിടെ യു ആണ് സൊല്യൂഷൻ ആയിട്ട് കണ്ടെത്തേണ്ടത്. അതിന് u2 കണ്ടുപിടിക്കണം. ഡെൽറ്റ u1 ഈക്വൽ ടു 0യും ഡെൽറ്റ u2 ഈക്വൽ ടു 0യും ഇത് കണ്ടീഷൻസ് ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയത്. ഇനി നമുക്ക് ഈ രണ്ട് പ്രോബ്ലംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ നമുക്ക് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ച് കണ്ടുപിടിച്ചാൽ മതി. അതിനുവേണ്ടി കൺസിഡർ ഫോർ എക്സാമ്പിൾ ദ പ്രോബ്ലം ഫോർ u1. അതായത് u1ൻ്റെ പ്രോബ്ലം നമുക്ക് കൺസിഡർ ചെയ്യാം. ആദ്യം we shall seek a solution in the form of sum of separated functions u of xy equal to x of x, y of y. അപ്പോൾ u of xy equal to x of x, y of y, that is സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആയി സെറ്റ് ചെയ്യാം. ഈ എക്സ് ഓഫ് എക്സ്, വൈ ഓഫ് വൈ, അതായത് വേരിയബിൾസ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു യു ഓഫ് എക്സ് വൈനെ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് സച്ച് എ സൊല്യൂഷൻ into the Laplace equation 1, we obtain x double dash of x minus lambda x of x equal to 0. ഇവിടെ നമ്മൾ ഈ u of x y equal to x of x, y of y നമ്മൾ കഴിഞ്ഞ സെക്ഷനിലുള്ള അതേ മെത്തേഡ് വെച്ചിട്ട്, അതായത് യു എക്സ് എക്സ് പ്ലസ് യു ഐ വൈ ഈക്വൽ ടു 0 അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ യു എക്സ് എക്സ് എന്ന് പറയുന്നതും യു ഐ വൈ എന്ന് പറയുന്നതും യു ഓഫ് എക്സ് വൈ എന്ന് എടുക്കുക. അതിന് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡബിൾ ഡാഷ് വൈ പ്ലസ് എക്സ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് എംപ്ലൈസ് എക്സ് ഡബിൾ ഡാഷ് വൈ ഈക്വൽ ടു മൈനസ് വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയാം. എംപ്ലൈസ് എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു മൈനസ് വൈ ഡബിൾ ഡാഷ് ഓഫ് വൈ. ഇനി ഇതിനെ ലാംഡ എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് മൈനസ് ലാംഡ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 0 where a less than x less than b and y double dash of y plus lambda y of y equal to 0, c less than y less than d എന്ന് കിട്ടുന്നത്. Now the homogeneous boundary conditions implies that y of c equal to y of d equal to 0. അപ്പോൾ ഇവിടെ u1ൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസിൽ നിന്ന് y of c equal to y of d equal to 0 എന്ന് കിട്ടുന്നത്. Thus we obtain a Sturm-Liouville problem for y of y. Solving 7 and 8, we derive a sequence of eigenvalues lambda n and eigenfunctions yn of y. We can then substitute the sequence lambda n in 6 and obtain the associated sequence xn of x. അപ്പോൾ നമുക്ക് 7ഉം 8ഉം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സീക്വൻസ് ഓഫ് ഐഗൻ വാല്യൂസും കിട്ടും, പിന്നെ yn ഓഫ് വൈയും കിട്ടും. അതിൽ നിന്ന് നമുക്ക് yn-ൻ്റെ സീക്വൻസ് 6ൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീക്വൻസ് xn ഓഫ് എക്സും കിട്ടും.
The general solution u1 is written formally as u1 of xy equal to sigma over n xn of x yn of y. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് u1 of xy equal to sigma over n xn of x yn of y എന്ന് പറഞ്ഞിട്ട് ജനറൽ സൊല്യൂഷൻ ഓഫ് u1 എഴുതാം. The remaining boundary conditions for u1 will be used to eliminate the two free parameters associated with x1 for each n. അപ്പോൾ ഇത്രയേ ഉള്ളൂ. u1ൻ്റെ പ്രോബ്ലം ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്ത് നമുക്ക് u1 of xy equal to ലാംഡ ഓവർ n xn of x yn of y എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇതേ സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ u2ൻ്റെ പ്രോബ്ലം ഫോർ u2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഇൻ എലിപ്റ്റിക്കൽ പ്രോബ്ലം. നമുക്ക് ഇങ്ങനെയാണ് മെത്തേഡ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ മെത്തേഡ് ഒന്നുകൂടി ക്ലിയർ ആവും.